ഹായ് ഫ്രണ്ട്സ്, ആകാശാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പള്ളി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാട്ടോ വന്നത്. കപ്പൽ പള്ളി എന്ന് കേട്ടിട്ടുണ്ടോ? കുറേ നാളായി പോകണമെന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ കപ്പൽ പള്ളി പോകാൻ വേണ്ടിയിട്ട് സാധിച്ചു കേട്ടോ. ഇതാണ് കേട്ടോ കപ്പൽ പള്ളിയുടെ പുറത്ത് ചുറ്റും വെള്ളമുണ്ട് കേട്ടോ. ഇങ്ങനെ വെള്ളമുണ്ട്, അതിനകത്ത് നിറയെ ഫിഷുണ്ട്. അതിൻ്റെ നടുക്കായിട്ടാട്ടോ കപ്പൽ. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട്. ആണ് അതിൻ്റെ ചുറ്റും ഇങ്ങനെ വെള്ളം നിന്നിട്ടാട്ടോ ആ കപ്പൽ ഷേപ്പിൽ ഇങ്ങനെ പണിഞ്ഞ് വെച്ചേക്കുന്നത്. അതിനകത്ത് നിറച്ച് മീനും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അത് കഴിഞ്ഞ് ഇവിടെ ഉള്ളിലോട്ട് കയറും കേട്ടോ. കയറുമ്പോൾ എന്താ ഭംഗിയെന്നറിയാമെന്നേ. അവിടെ കണ്ടോ, അവിടെ കണ്ട യേശുപ്പച്ചൻ രൂപമുണ്ട്, ആൻ്റണീസ് പുണ്യാളനുണ്ട്, കൊച്ചു ത്രേസ്യ അമ്മയുടെ പള്ളിയാട്ടോ. അത് കഴിഞ്ഞ് യേശുപ്പച്ചനെ ക്രൂശി തറച്ച രൂപമുണ്ട്. പിന്നെ അതാട്ടോ കൊച്ചു ത്രേസ്യമ്മ. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ തിരുശേഷിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ആൻ്റണീസ് പുണ്യാളനാട്ടോ അവിടെ. എന്നിട്ട് ഇപ്പുറത്ത് മാതാവുണ്ട്. പിന്നെ യേശുപ്പച്ചൻ്റെ ഒരു ഫോട്ടോയുണ്ട്, ഉണ്ണീശോയുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ട്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. അങ്ങനെ ഞങ്ങളവിടെ കയറി പ്രാർത്ഥിച്ചു. എല്ലായിടത്തും പോയാൽ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എൻ്റെ ആകാശം മുഴുവൻ എഴുന്നേറ്റ് നടക്കണം, ആകാശം മുഴുവൻ എഴുന്നേറ്റ് നടക്കണം, ആകാശം മുഴുവൻ എഴുന്നേറ്റ് നടക്കണം, അല്ലേ ആ കുട്ടി? അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു. എന്നിട്ട് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തത്. സത്യം പറഞ്ഞാൽ അവിടെ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ മാത്രം ഉണ്ടായതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. കാരണം അതുകൊണ്ട് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര ചമ്മലായിരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടി. അതുകൊണ്ട് അന്ന് പള്ളിയിൽ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ ചുറ്റും നടന്ന് വീഡിയോ എടുത്തേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേൾഭാഗം കേട്ടോ ഇത്. അവിടെ ഒരു തൂണ് മാതിരി ആട്ടോ, ഈ മരത്തിൻ്റെ തൂണ് മാതിരി ആട്ടോ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന മേളിലോട്ടുള്ള ആ തൂണ് കണ്ട മഞ്ഞ കളറ്. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഈ അമ്മോട് പറഞ്ഞു, അമ്മ വീഡിയോ പിടിക്കും, ഞാൻ വീട് സ്റ്റെപ്പ് കയറട്ടെന്നും. അങ്ങനെ അവൾ സ്റ്റെപ്പ് കയറുന്ന ഇതാട്ടോ, സ്റ്റെപ്പ് കയറുന്ന വീഡിയോ ഇതാട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിലേക്കൂടെ ആട്ടോ കയറി പോകുന്നത് മേളിലോട്ട്. ഇനി വേറെ വഴിയുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പള്ളിയുടെ അകത്ത് തന്നെയാണ് ഇങ്ങനൊരു ഇത് സ്റ്റെപ്പ്. അങ്ങനെ ചുറ്റും നടന്ന് അപ്പോഴുണ്ടല്ല ചേച്ചിയും ഈ ആകാശം കൊണ്ട് എടുത്തോണ്ട് അത് താഴെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചെങ്കിൽ പിന്നെ അതിൻ്റെ വീഡിയോ കൂടെ എടുത്തേക്കുന്നത്. അവളെ നോക്കി ചിരിച്ചോണ്ടിരിക്കുക കേട്ടോ. അവൾ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞിട്ട് മേളിൽ കയറി. മേളിൽ ഇരിക്കാൻ കുറേ ഉണ്ട്. ഇതാട്ടോ ഞാൻ തൂണെന്ന് പറഞ്ഞാൽ മരം അല്ല കേട്ടോ, മരത്തിൻ്റെ കണക്ക് ചെയ്ത് വെച്ചേക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇരുമ്പാന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഫുള്ള് കസേരയും ചെയറും എല്ലാം ഉണ്ടായിരുന്നു. ആശ്മിയമ്മൾ അവിടെ ഫുള്ള് കിടന്നോടുമായിരുന്നു കേട്ടോ. ഈ സൈഡും ഉണ്ട്, അപ്പുറത്തെ സൈഡും ഉണ്ട്, പിന്നെ ബാക്കുണ്ട്. ഇനി അറ്റത്ത് കൊയറാണെന്ന് തോന്നുന്നു കേട്ടോ. കൊയറിൻ്റെ ആ ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന സ്ഥലം, പിന്നെ അവിടെ താഴോട്ട് ഇറങ്ങി കേട്ടോ. ഞാൻ അന്നേരം ഇപ്പുറത്തെ സൈഡിലൂടെ പോയി വീഡിയോ എടുക്കാം കേട്ടോ. ഇത് അപ്പുറത്തെ സ്ഥലം, ഇവിടെയൊക്കെ ഇരിക്കുക. അത് തുള്ളി നല്ല സ്ഥലമുണ്ട് കേട്ടോ. ചെറുതാണെങ്കിലും കുറേ നല്ല സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഈ തൂണുണ്ടായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവിടെ കുർബാന കാണാൻ ബുദ്ധിമുട്ടായിരിക്കുമോ എന്നൊരു ഡൗട്ടില്ലാതില്ല കേട്ടോ. കാരണം തൂണ് മറഞ്ഞ് നിൽക്കുമല്ലോ. അപ്പോൾ ഇതുവഴി താഴോട്ട് ഇറങ്ങിപ്പോ. അപ്പോൾ അവൾ ഇറങ്ങിപ്പോയപ്പോൾ പിന്നെ ഞാനും താഴോട്ട് ഇറങ്ങിപ്പോവാം. അങ്ങനെ ഈ റൗണ്ട് ഷേപ്പിലാട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരാൻ വേണ്ടി സൂക്ഷിച്ചിറങ്ങണം കേട്ടോ. ഒരു സൈഡ് മാത്രമേ വീതിയുള്ളൂ, ഒരു സൈഡ് വീതിയില്ല കേട്ടോ. അങ്ങനെ താഴെ എത്തിയപ്പം അവിടെ അച്ഛൻ ഫാൻ ഇട്ട് കൊടുത്തിട്ട് ആകാശമുള്ള അവിടെ ഇരുന്നു. കാരണം ചൂടാണല്ലോ. മഴ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ ഇപ്രാവശ്യം നാട്ടിൽ. മഴ പെയ്തെങ്കിലും ചൂട് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പം അവിടെ കൊണ്ടിരുത്തി ചേച്ചിയും കൊച്ചുകൂടെ അവിടെ ഇരുന്നു. അപ്പോൾ ഈ സൈഡ് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ പോയപ്പോൾ ഇവിടെ ഉണ്ട് മാലാഖയുടെ രൂപത്തിൽ അവിടെ വെള്ളമുണ്ട് കേട്ടോ. നമ്മൾ നെറ്റി ഇത് തുടയ്ക്കാൻ വേണ്ടി, കുരിശ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടോ, ഇതെന്തുവാന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ലേ. കുറേ കഴിഞ്ഞ് മനസ്സിലായത് സെമിട്രിയാണെന്ന് മനസ്സിലായി. അവിടാണെന്ന് തോന്നുന്നു ഇത്. അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വായിച്ച് വെച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ ആണെന്ന്, സെമിട്രി അവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഇറങ്ങി വരുന്ന സ്ഥലത്ത് അത് പിന്നെ കേട്ടോ, ഇതകത്താട്ടോ കൊച്ചു ത്രേസ്യ അമ്മയുടെ ഫോട്ടോ. അതെല്ലാം ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കുന്നത്. ഇത് ആൻ്റണീസ് പുണ്യാളൻ ഉണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നല്ല പൂവായിട്ടൊക്കെ അലങ്കരിച്ച് വെച്ചേക്കാം കേട്ടോ. പിന്നെ അവിടെ യേശുപ്പച്ചൻ്റെ ക്രൂശിത രൂപമുണ്ട്. പിന്നെ അതിൻ്റെ നടുക്ക് കൊച്ചു ത്രേസ്യ അമ്മയുടെ തന്നെ ആണെന്ന് തോട്ടും കേട്ടോ. നടുക്കൊരു ആ ഇല പോലെയൊക്കെ ഇരിക്കുന്നതിൻ്റെ നടുക്കത്തെ സ്റ്റാച്ചു പോലെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണ്ടേ യേശുപ്പന് യൗസേ പിതാവൊക്കെ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെയും കൊച്ചു ത്രേസ്യ അമ്മയുടെ ഇത് തന്നെ, അതിനകത്ത് തിരുശേഷിപ്പ് ഉണ്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞ് യേശുപ്പച്ചൻ്റെ ഒരു രൂപം. അത് കഴിഞ്ഞിട്ട് മാതാവ്, ഏത് മാതാവാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഉണ്ണീശയുടെ ഒരു രൂപം. അവിടെ പമ്പരം ഇരിക്കുന്നുണ്ട്. അവിടെ മാതാവ്, ഒരു സുന്ദരി മാതാവ് ഇരിക്കുന്നു. അങ്ങനെ
അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അകത്ത് കാണുമ്പോൾ തന്നെ നല്ലൊരു രസമുണ്ട് കേട്ടോ. ആ ഡെക്കറേഷൻ ചെയ്തതും ആ സംഭവങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട്. അവിടെ AC ഉണ്ട് കേട്ടോ. ചുറ്റും AC ആണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലായിടത്തും ഇരിപ്പുണ്ടായിരുന്നു AC. ഫാനും പിന്നെ ഇവിടെ കണ്ടോ ആ മേളിലോട്ട് പോകുന്ന അവിടെയൊക്കെ കൊത്തുപണികളും ഓരോരോ പിക്ചറൊക്കെ എഴുതി. അത് കണ്ട നമ്മുടെ കുരിശിൻ്റെ വഴിയെ ചിത്രങ്ങളുണ്ട് കേട്ടോ ഓരോരുത്തടത്തും. എനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒന്നും അറിയില്ല കേട്ടോ, കാരണം ഞാൻ ഓർത്തഡോക്സ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ഇത് പറയാൻ എനിക്കറിയില്ല, എന്നാലും അറിയുന്ന രീതിയിൽ പറയാം. അപ്പോൾ ഇതിപ്പോൾ ആശമുള അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങി വരുന്നിടത്ത് ഒരു സ്ഥലമുണ്ട്. അവിടെ എല്ലാം ഇത് ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സെൻറ്റ് സെബാസ്റ്റ്യനോസ് പുണ്യാളൻ, ഇത് കൊച്ചു ത്രേസ്യ. അതിൻ്റെ താഴെ തന്നെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ പേര്. പിന്നെ ഇത് യോസേപ്പ് പിതാവ് ഉണ്ട്, അതിൻ്റെ താഴെ തന്നെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, തോമസ് ലീഗ, തോമസ് ലീഗ. അത് കഴിഞ്ഞിട്ട് ഇതാരാ നീ ചിരിക്കുവാണ്, വിൻസെൻറ്റ്. പിന്നെ ഇതാന്ന് തോന്നുന്നു യോസേപ്പ് പിതാവ്. അല്ലേ കുട്ടി? ഇതാ യോസേപ്പ് പിതാവ്. ഇത് ആരാ അൽഫോൺസാമ്മ. ഇത് നമ്മുടെ ഗീവർഗീസ് സഹത. പിന്നെ ഇതാരാടി? ഫ്രാൻസിസ്, അതെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അത് കഴിഞ്ഞിട്ട് ഇത് യോസേപ്പ് പിതാവ് തന്നെ, ഉറങ്ങുന്ന വിശുദ്ധ യോസേപ്പ് പിതാവ്. പിന്നെ അത് കഴിഞ്ഞിട്ട് യോസേപ്പ് പിതാവ് ഉണ്ണീശൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സെബാസ്റ്റ്യൻ പുണ്യാളൻ്റെ ഇത് കമ്പുമെല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പോൾ മിയാമോള് പറഞ്ഞു, അയ്യോ അത് എടുക്ക് ജേമി, അയ്യോ വേദനിക്കും എന്ന് പറയുന്നു പാവം. അത് കഴിഞ്ഞിട്ട് ഇത് കൊച്ചു ത്രേസ്യാന്ന് തോന്നുന്നു കേട്ടോ. അത് നിത്യസഹായ മാതാവ്. അത് ആ സൈഡിലൊരു ചെറിയ റൂമുണ്ട് കേട്ടോ. അവിടെ കേട്ടോ ഇതെല്ലാം വെച്ചേക്കുന്നത്. നമുക്ക് അവിടെ എല്ലാം തൊട്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞത് പുറത്താട്ടോ. അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് പുറത്ത് ഫുള്ളായിട്ടൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. മിയാമോള് കിടന്ന് ഓടുന്നുണ്ട്. ഇത് മുൻഭാഗം കേട്ടോ. നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ കേട്ടോ കാണുന്നത്. മുമ്പിൽ കൊച്ചു ത്രേസ്യയുടെ സ്റ്റാച്ചു, പിന്നെ മുകളിലോട്ട് കപ്പലിൻ്റെ രൂപം കണ്ടോ. ഈ സൈഡും ആ സൈഡും എല്ലാം വെള്ളം കേട്ടോ. വെള്ളത്തിൽ നിറച്ച് മീനുമാണ്. ആവശ്യമുള്ള കണ്ടായിരുന്നു മീൻ? കണ്ടായിരുന്നുടി? കണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അവിടെ പോയി കുറച്ച് നേരം ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നത്. പിന്നെ മോളെ കുറച്ച് നേരം നിർത്തി കേട്ടോ ഞങ്ങളത്. കണ്ട മീൻ കണ്ട? ഫിഷ് കണ്ടോടെ ആ കുട്ടി? ഫിഷ് കണ്ടായിരുന്നോ? കണ്ട? സൂപ്പറാണോ? നമുക്ക് ഇഷ്ടമായ? ആയോടാ ഫിഷ് കണ്ടോ മോനെ? കണ്ടാക്കും ഫിഷ് കണ്ടോ? ഇതിലേട്ടാ ഞങ്ങൾ കയറിപ്പോ പൊടി അവിടുന്ന് കണ്ടാ. ഈ വലത് സൈഡിലാട്ടോ നമ്മൾ ആ അന്നേരം കണ്ട രൂപങ്ങളൊക്കെ. ഇതിൻ്റെ ആവശ്യം നമുക്ക് ഫാന് അവിടെ അച്ഛൻ ഇട്ട് കൊടുത്തു. അതിൻ്റെ സ്വിച്ചൊന്നും നമുക്കറിയില്ല, എന്തായാലും അച്ഛൻ കണ്ടുപിടിച്ചിട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ അവിടെ ഇടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തെടുക്കാൻ ചെല്ലിയിട്ട് ഇറങ്ങിയതാട്ടോ ഇത്. മിയാമോള് ഓട്ടം നിൽക്കുന്നില്ലല്ലോ. അത് മെയിൻ റോഡാട്ടോ. അവിടെ റോഡിൽ നോക്കുമ്പോൾ ഇങ്ങനെ ആട്ടോ കാണുന്നത്. കണ്ടേ റോഡ് ഇതും അങ്ങോട്ട് പോകുന്നുണ്ട്. എപ്പോഴും കൊച്ച് റോഡ്. പിന്നെ അവിടെ കുരിശടിയുണ്ട്. പിന്നെ ഇപ്പുറത്ത് തന്നെ പള്ളിയല്ല സ്കൂളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ചർച്ചിൻ്റെ സ്കൂളാണെന്ന് തോന്നുന്നു, എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. കണ്ടോ കപ്പലിൻ്റെ രൂപത്തിൽ കണ്ടോ? സൂപ്പറുണ്ട്. ഏറ്റവും യേശുപ്പച്ച നിൽക്കുന്നത് കണ്ടോ? അവിടെ കണ്ടായിരുന്നു അതൊക്കെ. പുറത്ത് വെയിലാണ്ട് അവളെ പുറത്ത് ഫുള്ള് കറക്കിയില്ല കേട്ടാ. കുഞ്ഞിനെ ചേച്ചിയും കൂടെ അടുത്തിരുന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുത്തതാണ്. മിയാമോളും ഞാനും ഉണ്ടായിരുന്നു ആ സൈഡ് ഇങ്ങനെ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇപ്പോൾ പള്ളിപ്പണി നടക്കുന്നുണ്ട്. അവിടെ ഫുള്ള് പണികൾ നടക്കുക കേട്ടോ. എനിക്കൊന്ന് പള്ളി പുതുതാക്കുന്നത്, എങ്ങനെയാണ് പുതുതാക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. എനിക്കത് പള്ളി പുതുക്കി പണിയുന്നതെന്ന് തോന്നുന്നു. ഇനി ഈ കപ്പലിങ്ങനെ വെച്ചിട്ട് ബാക്കിയാണോ പണിയുന്നതെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. അവിടെ മിയാമോൾ അവിടെ പോയി നിൽക്കുന്നുണ്ട്. അതിനകത്തൂടെ ചാടാൻ പോകുന്നുണ്ടോ? പെങ്കൊച്ചാ. അപ്പം ഇങ്ങോട്ട് ഇറങ്ങുഞ്ഞെന്ന് പറഞ്ഞ് അതിൽ ഇറങ്ങി. കണ്ട ആ സൈഡും അങ്ങനെ സ്ഥലം. ശരിക്കും നല്ല വലിയൊരു കപ്പൽ കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഇത്രയും പ്രതീക്ഷയില്ല. അന്ന് ഞങ്ങൾ തൃശ്ശൂർ മോഡൽ ട്രീറ്റ്മെൻറ്റ് പോയപ്പോൾ പുറത്തൂടെ ഒന്ന് പോയി കണ്ടതേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഉള്ളിൽ കറക്റ്റായിട്ട് കണ്ടില്ലായിരുന്നു. ഇപ്രാവശ്യം നല്ലതായിട്ട് നീറ്റായിട്ട് കണ്ടു കേട്ടോ. കണ്ട ഇതാണ് കേട്ടോ മുൻഭാഗം. നല്ല രസമുണ്ട് കേട്ടോ.